ഹലോ എവരിവൺ. അപ്പം എല്ലാവർക്കും വെച്ചിരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ്. അതായത് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒരു തിയറി ഉണ്ട്. സോ അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വാലൻസ് ബോണ്ട് തിയറി ആയിരുന്നു കണ്ടത്. അതായത് അതിൻ്റെ ഷേപ്പ് ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഇതിൻ്റെ സ്പ്ലിറ്റിങ്ങിനെ പറ്റി പറയാനാണ് ഈ ഒരു പർട്ടിക്കുലർ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി നമുക്ക് നോക്കാൻ പോകുന്നത്. സോ ബേസിക്കലി ക്രിസ്റ്റൽ ഫീൽഡ് തിയറി പറയുവാണെങ്കിൽ കുറച്ച് അസംഷൻസ് ഉണ്ട്. സോ അസംഷൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ഇവിടെ ഈ ഒരു സെൻട്രൽ മെറ്റലായാണ് നമ്മൾ ഒരു കോർഡിനേഷൻ സ്പിയർ അല്ലെങ്കിൽ ഒരു കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു സെൻട്രൽ മെറ്റലായാണ്, പിന്നെ ലിഗാൻസ് കൗണ്ടർ അയോൺസ് ഒക്കെ ഉണ്ട് അല്ലേ. സോ ഇവിടെ ഈ ഒരു സെൻട്രൽ മെറ്റലായണോ അതുപോലെ അതിൻ്റെ ലിഗാൻസ് തമ്മിലുള്ള ഇൻ്ററാക്ഷൻ എന്ന് പറയുമ്പോൾ സ്ട്രോങ്ലി ഇലക്ട്രോസ്റ്റാറ്റിക് ആയിരിക്കും. അതായത് അയോണിക് ഇൻട്രാക്ഷൻ നമുക്ക് പറയാൻ പറ്റും. അതായത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അതായത് ഇന്ററാക്ഷൻസ് ബിറ്റ്വീൻ ദ മെറ്റൽ അയോൺ ആൻഡ് ലിഗാൻസ് ആർ പ്യൂർലി ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻ നേച്ചർ. ഓക്കെ, അയണിക്കാന്ന് ഓർത്താൽ മതി. പിന്നെ ലിഗാൻസ് ആർ റിഗാർഡഡ് ആസ് പോയിന്റ് ചാർജസ്. പോയിന്റ് ചാർജസ് ആയിട്ടാണ് ലിഗാൻസിനെ റിഗാർഡ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇഫ് ദ ലിഗാൻഡ് ഇസ് നെഗറ്റീവ്ലി ചാർജ് അയൺ അയൺ ഇന്ററാക്ഷൻ. ഓക്കെ, നെഗറ്റീവ്ലി ചാർജ്ഡ് ആണെങ്കിൽ അയൺ അയൺ ഇന്ററാക്ഷൻസ് ആയിരിക്കും അവിടെ നടക്കുന്നത്. അതുപോലെ ന്യൂട്രൽ ആണെങ്കിൽ അയൺ ഡൈപോൾ ഇന്ററാക്ഷൻ. സോ ഡൈപോൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. സ്മോൾ two charges separated by a small distance on dipole. So ion dipole interaction ആണ് സെക്കൻഡ് കേസ് വരുന്നത്. പിന്നെ ഇലക്ട്രോൺസ് മെറ്റൽ ആർ അണ്ടർ റിപ്പൾസീവ് ഫോഴ്സ് ഫ്രം ദോസ് ഓഫ് ലിഗാൻസ്. അപ്പം മെറ്റലിലെ ഇലക്ട്രോൺസ് നോക്കുവാണെങ്കിൽ റിപ്പൾസീവ് ആയിരിക്കും, ലിഗാൻസിന്റെ വെച്ച് നോക്കുവാണെങ്കിൽ റിപ്പൾസീവ് ആയിരിക്കും. പിന്നെ ഇലക്ട്രോൺസ് ഓഫ് മെറ്റൽ ഓക്കുപൈ ദോസ് d orbitals farthest away from the direction of approach of ligands. അപ്പം നമ്മൾ യൂഷ്വലി കോർഡിനേഷൻ കോമ്പൗണ്ട്സ് കാണുന്ന d ഓർബിറ്റൽസ് അല്ലെങ്കിൽ d ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഡി കോൺഫിഗറേഷൻ വരുന്ന എലമെൻസിൻ്റെ കേസിലാണ് യൂഷ്വലി വരുന്നത്. അല്ലെങ്കിൽ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് നമുക്ക് ബേസിക്കലി പറയാൻ പറ്റും. സോ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഡി ഓർബിറ്റൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 5 ഓർബിറ്റൽസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ 5 ഓർബിറ്റൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതായത് ഇവിടെ ഉള്ളതെന്ന് പറയുമ്പോൾ ഇപ്പം ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഉണ്ട് ഒരു കേസ്. അതായത് എക്സ് ആക്സിസിലും അതുപോലെ വൈ ആക്സിസിലും അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും പിന്നെ ഡി ഇസഡ് സ്ക്വയർ ഇസഡ് ആക്സിസിൽ മാത്രം ഓറിയന്റ് ചെയ്ത് നിൽക്കുന്ന ഡി ഇസഡ് സ്ക്വയറും അതുപോലെ ഡി വൈ ഇസഡ് അതുപോലെ ഡി ഇസഡ് എക്സ് ഡി വൈ ഇസഡ് എക്സ് വൈ. അപ്പോൾ ഇങ്ങനെ 5 ഓർബിറ്റൽസ് ആണ് നമ്മൾ ഡി ഓർബിറ്റൽ ട്രാൻസിഷൻ കോമ്പൗണ്ട്സ് ഒക്കെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ പറയാം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ പറയുവാണെങ്കിൽ ബേസിക്കലി ഈ ഒരു ഇ ജി അതുപോലെ T2G നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കും. സോ ഇ ജി അതുപോലെ T2G എന്ന് പറയുന്നത് ഡി ജനറസിയെ സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഡി ജനറസി പറയുവാണെങ്കിൽ ഇതെന്ന് പറയുമ്പോൾ ഇ ജി എന്ന് പറയുവാണെങ്കിൽ ഡബ്ലി ഡീജനറേറ്റും അതുപോലെ അതിൽ T2G ആണെങ്കിൽ ട്രിപ്ലി ഡീജനറേറ്റും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഡബ്ലി ഡീജനറേറ്റ് ആയ ഇ ജിയും ഡബ്ലി ഡീജനറേറ്റ് ആയ ഇ ജിയും അതുപോലെ ട്രിപ്ലി ഡീജനറേറ്റ് ആയ T2G. പിന്നെ ഇവർ തമ്മിലുള്ള വ്യത്യാസം വേറെ ഒരു വ്യത്യാസം വരും. നമ്മുടെ ഏത് ടൈപ്പ് ഓഫ് ഇതിലാണ് സ്പ്ലിറ്റിംഗ് നടക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം നമ്മൾ ഒക്ടാഹൈഡൽ ഫീൽഡ്, ടെട്രാഹൈഡൽ ഫീൽഡ്, സ്ക്വയർ പ്ലെയിനർ, അങ്ങനെ പല ഫീൽഡ്സ് നമുക്കുണ്ടല്ലേ. ഇപ്പം നമ്മൾ ബേസിക്കലി പറയുവാണെങ്കിൽ ഒക്ടാഹൈഡ്രൽ ഫീൽഡും ടെട്രാഹൈഡ്രൽ ഫീൽഡും നമ്മൾ യൂഷ്വലി കൺസിഡർ ചെയ്യണം. സോ ഇവിടെ ഒക്ടാഹൈഡ്രൽ നോക്കുവാണെങ്കിൽ ഒരു സ്പ്ലിറ്റിംഗ് ആയിരിക്കും, അതുപോലെ ടെട്രാഹൈഡ്രൽ നോക്കുകയാണെങ്കിൽ വേറൊരു സ്പ്ലിറ്റിംഗ് ആയിരിക്കും. പിന്നെ ഇപ്പോൾ ഒക്ടാഹൈഡ്രലിലെ ഇൻഡെപ്ത് നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെയും 2 ടൈപ്പ് ഓഫ് സ്പ്ലിറ്റിംഗ് നടക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ സ്ട്രോങ് ഫീൽഡും അതുപോലെ വീക്ക് ഫീൽഡും വരുവാണെങ്കിൽ 2 ടൈപ്പ് ഓഫ് സ്പ്ലിറ്റിംഗ് ആണ് നടക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്കെന്നാൽ അതിലേക്ക് ഒന്ന് പോകാം. സോ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതാണ് ബേസിക്കായിട്ട് ആക്സസുകൾ സ്പ്ലിറ്റ് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റും എനർജി ലെവൽസ്. അതായത് ഇത് ഒക്ടാഹൈഡ്രലിന്റെ കേസാണ് ഈ ഒരു നമ്മൾ കാണിച്ചിരിക്കുന്നത് ഒക്ടാഹൈഡ്രൽ ഫീൽഡ്. അപ്പോൾ ഒക്ടാഹൈഡ്രൽ ഫീൽഡ് എപ്പോൾ വന്നാലും T2G ഓർബിറ്റൽസ് ലോവർ എനർജിയിലും അതുപോലെ EG ഓർബിറ്റൽസ് ഹയർ എനർജിയിലും ആയിരിക്കും നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ T2G നോക്കുകയാണെങ്കിൽ 3 ഓർബിറ്റൽസ് നമ്മൾ DXY, DXZ അതുപോലെ DYZ ഓർബിറ്റലും അതുപോലെ EG നോക്കുകയാണെങ്കിൽ DX സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അതുപോലെ DZ സ്ക്വയർ ഓർബിറ്റലാണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവരെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ഇതെന്ന് പറയുമ്പോൾ ബാരി സെൻറ്റർ എന്നാണ് ഈ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ബാരി സെൻറ്റർ ഓക്കെ, ഇത് നമ്മുടെ ബാരി സെൻറ്റർ ടെട്രാഹൈഡ്രൽ കേസിലും വരുന്നുണ്ട്.
ഇപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം ജി അതുപോലെ ഇ ജി എന്നത് ഇത് ഒക്ടാഹെഡ്രൽ ഫീൽഡിന് മാത്രമേ ആപ്ലിക്കബിൾ ആകാം. കാരണം നമ്മൾ ടെട്രാഹെഡ്രലിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ T2 അല്ലെങ്കിൽ ഇന്നൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളൂ. കാരണം ജി എന്ന ലെറ്റർ സൂചിപ്പിക്കുന്നത് ജെറൈഡ് എന്നാണ്. അതായത് ജെറൈഡ് എന്ന് പറയുന്നത് സിമട്രിയാണ് ആ ഒരു പർട്ടിക്കുലർ ഇത് സൂചിപ്പിക്കുക നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഈ ഒരു T2G എന്ന് പറയുമ്പം അവിടെ അല്ലെങ്കിൽ ഇ ജി എന്ന് പറയുകയാണെങ്കിൽ ഒക്ടാഹെഡ്രൽ ഫീൽഡ് മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. അതായത് ടെട്രാഹെഡ്രൽ പോവുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ വരും T2 അല്ലെങ്കിൽ ഇ എന്ന് വരുത്തുള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഒക്ടാഹെഡ്രൽ ഫീൽഡിലാണ്. അപ്പം ഇവിടുത്തെ ഈ എനർജി ഗ്യാപ്പ് എത്രയാണെന്ന് ചോദിച്ചാൽ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ -0.4 ഡെൽറ്റ ഓയും അതുപോലെ ഇതെന്ന് പറയുവാണെങ്കിൽ +0.6 ഡെൽറ്റ ഓയും ആണ് വരുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ ബേസിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബേസിക് എനർജി ആ ഒരു ഗ്യാപ്പിൻ്റെ വരുന്നത് പറയുവാണെങ്കിൽ. ഇത് നമ്മൾ കണ്ട ഒക്ടാഹെഡ്രലിൻ്റെ കേസിലാണ്. നമുക്ക് ടെട്രാഹെഡ്രലിൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് നോക്കുവാണെങ്കിൽ ടെട്രാഹെഡ്രലാണെങ്കിൽ 5 d ഓർബിറ്റൽ T2G ലെവൽസ് മേളിലും EG ലെവൽസ് നോക്കുവാണെങ്കിൽ താഴെയായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, അതായത് ഇവർ ഈ ഒരു ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇത് T2 ഓർബിറ്റൽസ്, അതുപോലെ ഇത് നോക്കുവാണെങ്കിൽ EG ഇല്ല, ജെറൈഡ് അല്ല. ഓക്കെ, സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഇവിടെ സെയിം സംഭവം വരുന്നുണ്ട്. അതായത് ബാരി സെന്റർ ഇവിടെ വരുന്നുണ്ട്, ബാരി സെന്റർ. പക്ഷെ ഇവിടെ എനർജി ഗ്യാപ്പ് നോക്കുവാണെങ്കിൽ ഇവിടെ ആയിരിക്കും -0.6 ഡെൽറ്റ ടിയും, അതുപോലെ ഇവിടെ നോക്കുവാണെങ്കിൽ എത്രയായിരിക്കും +0.4 ഡെൽറ്റ ടിയും ആയിരിക്കും. സോ ഡെൽറ്റ ടി ഇവിടെ ഡെൽറ്റ ഓ എന്ന് പറയുമ്പോൾ അത് ഫീൽഡിനെ സൂചിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഒക്ടാഹെഡ്രലാണ് ഒക്ടാഹെഡ്രൽ ഫീൽഡ്, അതുപോലെ ടെട്രാഹെഡ്രൽ ഫീൽഡിനെ സൂചിപ്പിക്കുന്നതാണ് ആ ഒരു പെർട്ടിക്കുലർ ലെറ്റർ വെച്ച് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഇവിടെ തന്നേക്കുന്നതനുസരിച്ച് ഇവിടെ ഈ ഒരു ഡെൽറ്റ ഓ എന്ന് പറയുമ്പോഴത്തേക്കും 10 ഡെക്കറിലാണ് പറയുന്നത്. അത് ആ ഒരു ഡെൽറ്റ ഗ്യാപ്പ്, അതായത് ഈ ടോട്ടൽ ഗ്യാപ്പ് എന്ന് പറയുവാണെങ്കിൽ ഡെൽറ്റ ഓ ആണ്. ഓക്കെ, അതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ആണ് അല്ലെങ്കിൽ ഇത്ര ഫ്രാക്ഷൻ ആണ് ഈ ഒരു പർട്ടിക്കുലർ ബാരി സെന്ററിന്റെ അപ്വേർഡ്സും അതുപോലെ അതിൻ്റെ ഡൗൺവേർഡ്സും നമുക്ക് നോക്കുവാണെങ്കിൽ കിട്ടുന്നത്. ഓക്കെ, അതുപോലെ ഇവിടെ നോക്കുവാണെങ്കിലും സെയിം സംഭവമാണ്. അതായത് ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഡെൽറ്റ ടി ആണ്. ഓക്കെ, കാരണം അതിൻ്റെ അപ്വേർഡ്സ് ഒരു പർട്ടിക്കുലർ ഫ്രാക്ഷൻ ഓഫ് ഡെൽറ്റ ടിയും, അതുപോലെ താഴോട്ട് നോക്കുകയാണെങ്കിൽ പർട്ടിക്കുലർ ഫ്രാക്ഷൻ ഓഫ് ഡെൽറ്റ ടിയും ആണ് നമുക്ക് പറയാൻ പറ്റും. അപ്പം അത്രയാണ് ബേസിക് ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ അറിയുന്നത്. ഇനി അടുത്ത അറിയുന്നത് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി എന്നൊരു സംഭവമാണ്. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി. ഓക്കെ, എന്താണെന്ന് നോക്കാം. സോ സ്പ്ലിറ്റിംഗ് എനർജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിയാം അല്ലെ, എനർജി എന്ന ഒരു ടേം ആണ് അവിടെ പറയുന്നത്. അതായത് നമ്മുടെ എനർജിയാണ്, അതായത് ഓരോ ഓർബിറ്റൽസ് എനർജി സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ എനർജിയാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഈ ഒരു സ്പ്ലിറ്റിംഗ് എനർജിയിലേക്ക് വരുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയാനുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു, അതായത് ഒക്ടാഹീഡ്രൽ അതുപോലെ ടെട്രാഹീഡ്രലും ഈ ഒരു പർട്ടിക്കുലർ സ്പ്ലിറ്റിംഗ് നടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഒക്ടാഹീഡ്രലിന്റെ കേസിൽ 2 തരമാണ് സ്പ്ലിറ്റിംഗ് നടക്കുന്നത് ഞാൻ പറഞ്ഞു. അതായത് 2 ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡും അതുപോലെ രണ്ടാമത്തെയാണ് വീക്ക് ഫീൽഡ് ലിഗാൻഡും. ഓക്കെ, സോ വീക്ക് ഫീൽഡും സ്ട്രോങ് ഫീൽഡും ആണ് ഫസ്റ്റ് ഡിഫറൻസ് അല്ലെങ്കിൽ ഒക്ടാഹീഡ്രൽ വരുന്ന 2 ടൈപ്പ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ചിന്തിക്കേണ്ടതെന്ന് ചോദിച്ചാൽ എളുപ്പം ഒരു കാര്യമുണ്ട്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും ലോ സ്പിൻ കോംപ്ലക്സസ് ആയിരിക്കും. പക്ഷെ അതുപോലെ വീക്ക് ഫീൽഡ് ആകുമ്പോൾ എന്താണ് എപ്പോഴും ഹൈ സ്പിൻ കോംപ്ലക്സസ് ആയിരിക്കും. ഓക്കെ, ഇനി ഇവരുടെ ആ ഒരു പർട്ടിക്കുലർ നമ്മൾ സ്പ്ലിറ്റിംഗ് എഴുതുവാണ്. ഓക്കെ, ഇവിടെ അതുപോലെ സ്പ്ലിറ്റിംഗ് എഴുതുവാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ
ഇവരുടെ ഈ ഒരു ഇലക്ട്രോൺ ഫീൽഡിംഗ് ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ സ്പ്ലിറ്റിംഗ് എനർജി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഓരോ ഓർബിറ്റൽസിന് സ്പ്ലിറ്റിംഗ് ആണ്. ഇപ്പം നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഓരോ ഓർബിറ്റൽസ് എങ്ങനെ സ്പിൽ ചെയ്യുന്നതാണ് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഈ ഒരു ഇത് നോക്കുകയാണെങ്കിൽ EG സെറ്റ് ഓഫ് ഓർബിറ്റൽസ്, അതുപോലെ ഇത് നോക്കുകയാണെങ്കിൽ എന്താണ് T2G സെറ്റ് ഓഫ് ഓർബിറ്റൽസ്, ഇവിടെ EG സെറ്റ്സ്, ഇവിടെ T2G സെറ്റ്സ്. ഓക്കെ, ഇവിടെ ഈ G ഒക്കെ സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് ഇത് എഴുതിയപ്പം അങ്ങനെ പറ്റിയിട്ടുള്ളത്, സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് സ്ട്രോങ് ഫീൽഡാണ് അല്ലേ. സ്ട്രോങ് ഫീൽഡ് ആകുമ്പോഴത്തേക്കും ഇവിടെ ഇലക്ട്രോൺ ഫസ്റ്റ് ഫീൽഡ് ചെയ്യുന്നത് ഏറ്റവും താഴെയായിരിക്കും. അതിപ്പോൾ രണ്ട് കേസിലായാലും ഇലക്ട്രോൺസ് ഫീൽഡ് ചെയ്യുന്നത് താഴെയായിരിക്കും. അവിടെ ആണെങ്കിലും താഴെയായിരിക്കും ഇനീഷ്യലി ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് ഇലക്ട്രോൺ ഫീൽ ചെയ്യുന്നത് ഇവിടാണ്, തേർഡ് ഇലക്ട്രോൺ ഇവിടെ. ഓക്കെ, അവിടെ ആണെങ്കിലോ സെക്കൻഡ് ഇലക്ട്രോൺ ഇവിടെ, തേർഡ് ഇലക്ട്രോൺ ഇവിടെ. 3 T2G ഓർബിറ്റൽസ് അവിടെ ഫില്ലായി, ഇവിടെ 3 T2G ഓർബിറ്റൽസ് ഫില്ലായി. അതായത് D3 കോൺഫിഗറേഷൻ രണ്ടിനെയും സെയിം ആണ്. ഓക്കെ, അടുത്ത ഇനി കൺസിഡർ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഫോർത്ത് ഇലക്ട്രോൺ, നാലാമതൊരു ഇലക്ട്രോൺ. ഇപ്പം നമ്മൾ D ഓർബിറ്റൽ നോക്കുവാണെങ്കിൽ തന്നെ അതിനകത്ത് 10 ഓർബിറ്റൽസ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, D1 തൊട്ട് D10 വരെ ഉണ്ട്. അപ്പോൾ ഇവിടെ D3 ആയപ്പോഴത്തേക്കും രണ്ടും ഏകദേശം സെയിം ആയി അല്ലേ. അടുത്ത D4 അല്ലെങ്കിൽ ഫോർത്ത് ഇലക്ട്രോൺ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും സ്ട്രോങ് ഫീൽഡിന്റെ കേസിൽ T2G ഫുള്ളി ഫിൽഡ് ആയിട്ടേ അത് EGയിലേക്ക് പോകത്തുള്ളൂ. ഓക്കെ, T2G ഫുള്ളി ഫിൽഡ് ആയിട്ട് EGയിലേക്ക് പോകത്തുള്ളൂ. ഇവിടെ ഹാഫ് ഫിൽഡ് ആണ്. ഇപ്പോൾ ഇത് ഫുള്ളി ഫിൽഡ് ആകാതെ 6 ഇലക്ട്രോൺസ് T2Gയിൽ വന്നാലേ T2G അവിടെ ഫിൽഡ് വേക്കൻസി ഇല്ലാത്തതുകൊണ്ട് EGയിലേക്ക് പോകത്തുള്ളൂ. ഓക്കെ, പക്ഷേ ഹൈസ്പിൻ കോംപ്ലക്സ് ആയ വീക്ക് ഫീൽഡ് ലിഗാൻഡിന്റെ കേസിൽ ഇവിടെ T2G ഹാഫ് ഫിൽഡ് ആയി കഴിഞ്ഞ് EGയിലേക്ക് പോകും. ഹാഫ് ഫിൽഡ് ആയി EG ഹാഫ് ഫിൽഡ് ആയിട്ടാണ് പിന്നെ T2G വന്ന് ഫുള്ളി ഫിൽഡ് ആയിട്ട് പിന്നെയും EGയിലേക്ക് പോകുന്നത്. ഓക്കെ, അതൊന്നുകൂടെ പറയാം. അതായത് നമ്മൾ ലോ സ്പിൻ കോംപ്ലക്സിന്റെ കേസിലാണെങ്കിൽ T2G ലെവൽസ് ഫുള്ളി ഫിൽഡ് ആകണം ആദ്യം, എന്നേ മാത്രമേ EGയിലേക്ക് അടുത്ത ഇലക്ട്രോൺസ് പോകത്തുള്ളൂ. ഇപ്പൊ D6 വരുന്ന കേസിൽ ഓക്കെ, ഇപ്പൊ ഇവിടെ 3 ഇലക്ട്രോൺസ് ആയി. നാലാമത്തെ ഇലക്ട്രോൺ വരുമ്പോഴത്തേക്കും ഇവിടെ ആയിരിക്കും വരുന്നത്. കളർ മാറ്റി ഞാൻ കൊടുക്കാം, അപ്പൊ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി വരും. ഇവിടെ നാലാമത്തെ ഇലക്ട്രോൺ ഇവിടെ വന്നു, അഞ്ചാമത്തെ ഇലക്ട്രോൺ ഇവിടെ, ആറാമത്തെ ഇലക്ട്രോൺ ഇവിടെ. ഓക്കെ, അപ്പൊ നമ്മൾ അപ്പുറം വീക്ക് ഫീൽഡിന്റെ കേസിൽ എങ്ങനെ ആയിരിക്കും? നോക്കും, ഇവിടെ ഹാഫ് ഫിൽഡ് ആയി, അടുത്ത ഫുള്ളി ഫിൽഡ് ആകത്തില്ല, അടുത്ത മേളിൽ പോകും. ഫോർത്ത് ഇലക്ട്രോൺ ഇവിടെ പോയി, ഫിഫ്ത്ത് ഇലക്ട്രോൺ ഇവിടെ പോയി. നമ്മൾ D6 ആണ് നോക്കുന്നത്. സോ സിക്സ്ത് ഇലക്ട്രോൺ പിന്നെ താഴെയാണ് വരുന്നത്. അതായത് T2Gയിലാണ് താഴെ ഇലക്ട്രോൺ വരുന്നത് നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ D6 വരെ, അപ്പൊ ഇവിടെ ഫുള്ളി ഫിൽഡ് ആയി, T2G ഇവിടെ ഫുള്ളി ഫിൽഡ് ആയി. ഇത് പക്ഷേ നോക്കുവാണെങ്കിൽ EG എന്താണ് ഹാഫ് ഫിൽഡ് ആയിട്ടാണ് നിൽക്കുന്നത്. T2G നോക്കുവാണെങ്കിൽ ഇലക്ട്രോൺസ് അവിടെ വേക്കൻ്റ് ആയിട്ട് നിൽപ്പുണ്ട്. സോ അടുത്ത ഇലക്ട്രോൺ D7 വരുവാണെങ്കിൽ ഇത് മേളിൽ പോകും. 7th ഇലക്ട്രോൺ, 8th ഇലക്ട്രോൺ, 9th ഇലക്ട്രോൺ, 10th ഇലക്ട്രോൺ. ഓക്കെ, സ്ട്രോങ് ഫീൽഡിന്റെ കേസിൽ ഇനി അപ്പുറം വരുമ്പോൾ എങ്ങനെയായിരിക്കും? ഇവിടെ 6 ഇലക്ട്രോൺ ഇവിടെ വന്നു, 7, 8, 9, 10. ഓക്കെ, അങ്ങനെ ആയിരിക്കും അതിന്റെ സ്പ്ലിറ്റിംഗ് വരുന്നത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതാണ് ആ ഡിഫറൻസ് വരുന്നത്. ഇനിയിപ്പോൾ ടെട്രാഹീഡ്രലിന്റെ കേസിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആപ്ലിക്കബിൾ അല്ല, ഓൺലി ആപ്ലിക്കബിൾ ടു വീക്ക് ഫീൽഡ് ലിഗാൻഡ് അല്ലെങ്കിൽ ഹൈ സ്പിൻ കോംപ്ലക്സിൽ മാത്രമേ ടെട്രാഹീഡ്രൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഈ ഒരു സ്പ്ലിറ്റിങ് ഇങ്ങനല്ല. വേറൊരു ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഒക്ടാഹീഡ്രൽ ടെട്രാഹീഡ്രൽ ആകുമ്പോൾ ടെട്രാഹീഡ്രലിൽ ഡബ്ലി ഡീജനറേറ്റ് ഓർബിറ്റൽസ് ആയിരിക്കും ലോവർ എനർജിയിൽ നിൽക്കുന്നത്. അതുപോലെ ഈ T2 ആയിരിക്കും ഹയർ ഓർബിറ്റൽ നിൽക്കുന്നത് നമുക്ക് പറയാം. ഇനി ഞാൻ പറയാം, ഇനിയാണ് CFSCയുടെ കേസിൽ ഞാൻ പറയുന്നത്. ഇപ്പൊ CFSC എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ ഫോർമുല ഉണ്ട്. അതായത് ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട് അല്ലേ. ഒക്ടാഹീഡ്രലിന്റെ കേസ് ഫസ്റ്റ് പറയാം. ഇപ്പൊ -0.4 ഡെൽറ്റ O ആണ്. അപ്പൊ -0.4 x പ്ലസ് 0.6 y ഇൻറ്റു ഡെൽറ്റ O ആണ് CFSC. ഓക്കെ, ഇനി x എന്താണ് y എന്താണെന്ന് ചോദിക്കുന്നത്.
എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ T2G ഓർബിറ്റൽസിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണവും അതുപോലെ Y എന്ന് പറയുമ്പോഴത്തേക്കും EG സെറ്റ്സിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണവുമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസ് ഇപ്പോൾ നമുക്ക് രണ്ട് ഒരു എക്സാമ്പിൾസ് ആണ്. ഇപ്പോൾ D3 നോക്കാം. D3 നോക്കുകയാണെങ്കിൽ -0.4 ഇൻറ്റു ഇപ്പം D3 ഇപ്പം നമുക്ക് ഇവിടെ തന്നെ എങ്ങനെ വരയ്ക്കാം, അതായത് ഇപ്പം രണ്ട് ഫീൽഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് നമുക്ക് സ്ട്രോങ് ഫീൽഡിലേക്കാണ്. സ്ട്രോങ് ഫീൽഡിലെ D3 നോക്കാം. രണ്ട് സെയിം ആയിരിക്കും വരുന്നത്, പക്ഷേ നമുക്ക് കുറച്ചുകൂടെ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്താൻ വേണ്ടി D4 ഒന്ന് ചെയ്ത് നോക്കാം. D4 ഓക്കെ. D4 ആകുമ്പം സ്ട്രോങ് ഫീൽഡ് ആകുമ്പോഴത്തേക്ക് എങ്ങനെ വരും? സ്ട്രോങ് ഫീൽഡ് ആകുമ്പോഴത്തേക്കും 1, 2, 3 നാലാമത്തെ ഇലക്ട്രോൺ താഴെ വരും. സോ 4 × 4 + 0.6 × 0. വൈയിലൊന്നുമില്ല, EGയിലൊന്നുമില്ല. സോ 0 × Δ O എന്ന് വരും. സോ = -1.6 Δ O എന്ന് കിട്ടി. ഓക്കെ, D4 സ്ട്രോങ് ഫീൽഡ് ആകുമ്പോൾ -1.6 Δ O എന്ന് കിട്ടും. ഇനി D4 സെക്കൻഡ് കേസാണ് വീക്ക് ഫീൽഡ്. വീക്ക് ഫീൽഡ് വരുമ്പോഴത്തേക്കും ഇലക്ട്രോൺ ഫില്ലിംഗ് എങ്ങനെയായിരിക്കും? ഫില്ലിംഗ് വരുമ്പോൾ 1, 2, 3 ഫോർത്ത് ഇലക്ട്രോൺ EGയിലാണ് പോകുന്നത്. സോ അതെങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ -0.4 × 3 + 0.6 × 1 Δ O. So it is equal to -1.2 + 0.6, that is equal to -0.6 Δ O എന്ന് വരും. ഓക്കെ, അതാണ് ആ ഒരു ഡിഫറൻസ്. ആ ഫില്ലിങ്ങിലാണ് നമ്മുടെ എല്ലാം ഇരിക്കുന്നത്. ഫില്ലിങ്ങിൻ്റെ ബേസിസ് അറിഞ്ഞാൽ എല്ലാം കിട്ടി. പിന്നെ ഫില്ലിങ്ങിൽ വേറൊരു കേസ് വരുന്ന അല്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ സ്ട്രോങ് ഫീൽഡ് അഗൈൻസ്റ്റ് വീക്ക് ഫീൽഡൊക്കെ പറഞ്ഞു. സോ വീക്ക് ഫീൽഡിനൊക്കെ യൂഷ്വലി എക്സാമ്പിൾസ് വരുന്നത് നമ്മുടെ ഹാലൈഡ് ഒക്കെ വരുവാണെങ്കിൽ വീക്ക് ഫീൽഡാണ്. ഹാലൈഡ് അതായത് തയോസൈനൈൻ ലിങ്കേജ് ഒക്കെ വരുവാണെങ്കിൽ വീക്ക് ഫീൽഡ് അഗൈൻസ് ആണ്. അതുപോലെ ഇവിടെ വരുവാണെങ്കിൽ നമ്മുടെ കാർബണൈഡ് അതുപോലെ സൈനൈഡ് ഒക്കെയാണ് സ്ട്രോങ് ഫീൽഡിലേക്കാണ് വരുന്നത്. സോ അത് അത്ര വരുവാകുമ്പോൾ ഫസ്റ്റ് T2G ഫുള്ളി ഫിൽഡ് ആയിട്ടേ മേളിലേക്ക് പോകുള്ളൂ. ഇവിടെ വരുമ്പോൾ എല്ലാം T2G ഹാഫ് ഫിൽഡ് ആയിട്ട് EG ഹാഫ് ഫിൽഡ് ആയി പിന്നെയാണ് T2Gയിലേക്ക് ഇലക്ട്രോൺസ് വരുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ കാണാം. അപ്പോൾ നമുക്ക് D7 ആണ് നമ്മൾ കണ്ടത്, D4 ആണ് കണ്ടത്. അടുത്ത് നമ്മൾ കാണുന്നൊരു D8 നോക്കാം. D8 വീക്ക് ഫീൽഡും അതുപോലെ സ്ട്രോങ് ഫീൽഡും. ഓക്കെ, സോ വീക്ക് ഫീൽഡ് നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? D8ൻ്റെ ആ ഒരു ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഓക്കെ, ഇവിടെ വീക്ക് ഫീൽഡിൻ്റെ കേസിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്ന ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെയാണ്? വീക്ക് ഫീൽഡ് ആകുമ്പോഴത്തേക്കും D8 ആണ്, 8 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യണം. അപ്പം വീക്ക് ഫീൽഡിൻ്റെ കേസിൽ 1, 2, 3, 4, 5, 6, 7, 8 T2G ഫില്ലായി. T2G EG. പിന്നെ സ്ട്രോങ് ഫീൽഡ് നോക്കുവാണെങ്കിൽ D8 എങ്ങനെ ഫില്ല് ചെയ്യുമെന്ന് ചോദിച്ചാൽ 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, രണ്ടും ഏകദേശം ഒരുപോലാണ് വന്നത്. അപ്പം ഇവരുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം സെയിം ആയിട്ട് തന്നെ കിട്ടും. പിന്നെ ഇവരെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെയാണ് വന്നത്. ഇതിനെ നമുക്ക് D8 നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ T2G6 EG2. ഓക്കെ, കാരണം 8 ഇലക്ട്രോൺസ് ടോട്ടൽ ഉണ്ട്. അങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അത്രയാണ് നമ്മുടെ യൂഷ്വലി ഈ ഒരു പർട്ടിക്കുലർ ഇതിൽ വരുന്ന ഒരു കേസ്. സ്പ്ലിറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഓർത്താൽ മതി. ഓക്കെ, അടുത്താണ് ടെട്രാഹൈഡ്രലിലുള്ള സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. ടെട്രാഹൈഡ്രൽ നേരെ ഓപ്പോസിറ്റ് ആണ് സ്പ്ലിറ്റിംഗ് വരുന്നത്. ഇവിടെ സിമട്രി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ E എന്നും അതുപോലെ ഇവിടെ T2 എന്നുമാണ് വരുന്നത്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ബാരി സെൻറ്റർ ഉണ്ട്. സോ അതിൻ്റെ എനർജി ഗ്യാപ്പ് നോക്കുവാണെങ്കിൽ ഇവിടെ +0.4 Δ Tയും അതുപോലെ ഇവിടെ നോക്കുവാണെങ്കിൽ
-0.6 ഡെൽറ്റ ടി എന്ന് വരുന്നു. പിന്നെ അതുപോലെ തന്നെയാണ് CFC കാണുന്നത്. നമ്മൾ നേരത്തെ കണ്ടോ, ഇപ്പം ഞാൻ പറഞ്ഞത് ഓൺലി ആപ്ലിക്കബിൾ ടു ഹൈ സ്പിൻ കോംപ്ലക്സ് എന്ന് പറഞ്ഞു. അതായത് വീക്ക് ഫീൽഡ് ലിഗാൻഡിന് മാത്രമേ ഈ ഒരു കേസ് വരുന്നു. പിന്നെ ഇപ്പം നമുക്ക് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പം D5 എന്ന് സ്പ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ 1 2 3 4 5, അതായത് T2 E2 T3 ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ആ ഒരു സ്പ്ലിറ്റിക്ക് വരുന്നത്. അപ്പോൾ എനർജി കാണുവാണെങ്കിൽ -0.6 × 2 + 0.4 × 3, that is equal to -1.2 + 1.2, that is 0. എനർജി ഇല്ല CFC. ഓക്കെ, അത്രയാണ് ബേസിക്കലി ടെട്രഹെഡ്രൽ കോംപ്ലക്സിന്, അതായത് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൻ്റെ കേസ് വരുന്നത്. അപ്പം യൂഷ്വലി ഇവിടെ ലിഗാൻഡിൻ്റെ ആ ഒരു ഇത് വെച്ചാണ് നമ്മൾ പറയുന്നത്, ക്രിസ്റ്റൽ ഫീൽഡ് തിയറി പറയുന്നത്. അപ്പം അത്രയായിരുന്നു വീഡിയോ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.